സ്തോത്രം ചെയ്യുന്നു. ഒരവസരം കൂടെ സിൻസിനാറ്റി പ്രയർ ഗ്രൂപ്പിൽ സംസാരിക്കാനായിട്ട് കർത്താവ് നൽകിയ അവസരത്തിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ഞങ്ങൾ ഇവിടെ US വന്നിട്ട് 1 വർഷം കഴിഞ്ഞ ഫെബ്രുവരിയിൽ കഴിഞ്ഞു. കഴിഞ്ഞ മാസം ജൂസിക്ക് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. എല്ലാം കർത്താവ് വളരെ ഭംഗിയായിട്ട് ഞങ്ങളെ നടത്തി. ഞങ്ങൾ ചില കൺസേൺസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ പുതിയതായിട്ട് വന്ന സ്ഥലത്ത് നേരത്തെ ഉള്ളതുപോലത്തെ കോണ്ടാക്ട്സുകളൊന്നും അധികമില്ല. അപ്പോൾ എങ്ങനെ കാര്യങ്ങളൊക്കെ മുമ്പോട്ട് നടക്കുമെന്നുള്ള കൺസേൺ ഉണ്ടായിരുന്നു. പക്ഷേ ദൈവം കറക്റ്റ് സമയത്ത് ആൾക്കാരെ എല്ലാം ഒരുക്കി അങ്ങനെ ദൈവം എല്ലാം ഭംഗിയായിട്ട് നടത്തിയതിനായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്ക് പെട്ടെന്ന് ചില വാക്യങ്ങൾ വായിക്കാം. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും മലയാളം നന്നായിട്ട് അറിയാൻ പറ്റും. ഇംഗ്ലീഷാണ് കംഫർട്ടബിൾ എങ്കിൽ മലയാളം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞാൻ ചിലരുടെ അടുത്ത് ഇംഗ്ലീഷിൽ പഠിക്കാൻ പറയുമ്പോൾ ഞാനൊരു സംഭവം ഓർക്കാറുണ്ട്. സംഭവം അല്ലാതെ നടന്നാണോന്നറിയില്ല. നാട്ടില് ഒരു പ്രാസംഗികൻ ഒരു മലയാളം കോൺഗ്രിഗേഷന്റെ മുമ്പിൽ ചെന്നിട്ട് അദ്ദേഹം ഇംഗ്ലീഷിൽ പ്രസംഗിച്ചു തുടങ്ങി. നേരെ തൊട്ടിപ്പുറത്തിരുന്ന അതിന്റെ സംഘാടകൻ അദ്ദേഹത്തെ തോണ്ടി വിളിച്ചിട്ട് പറഞ്ഞു, മലയാളത്തിൽ പ്രസംഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അന്നേരം ഇദ്ദേഹം ചോദിച്ചു, പൂർ പീപ്പിൾ, ഇവർക്ക് ആർക്കും ഇംഗ്ലീഷ് അറിയത്തില്ല എന്ന് ചോദിച്ചു. അന്നേരം ഇദ്ദേഹം പറഞ്ഞു, അവർക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ടാണ് നിങ്ങളുടെ അടുത്ത് മലയാളത്തിൽ സംസാരിക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞു. മനസ്സിലായിരുന്നു, നിങ്ങൾക്ക് എല്ലാവർക്കും ഇംഗ്ലീഷ് അറിയാവുന്നതുകൊണ്ട് ഞാൻ മലയാളത്തിൽ സംസാരിക്കാം, മലയാളം എല്ലാവർക്കും മനസ്സിലാവുകയായിരുന്നു. ഓക്കെ, നമുക്കൊരു വാക്യം പറയാം. യോഹന്നാന്റെ സുവിശേഷം, ജോൺ chapter 3 verse 40 and 50. യോഹന്നാൻ 3:14-15. ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെയും ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവർക്കും നിത്യജീവൻ പ്രാപിക്കേണ്ടതിനാണ്. ഈ സംഭവം വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോൺവെർസേഷന്റെ ഇടയിലുള്ളൊരു ഭാഗമാണ്. ഇത് യേശുക്രിസ്തു പഴയ നിയമത്തിലെ ഒരു സംഭവം എടുത്ത് പുതിയ നിയമത്തിലേക്ക് കോട്ട് ചെയ്ത് പറയാണ്. ഇത് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന സംഭവം ആയതുകൊണ്ട് അതിന്റെ ഡീറ്റെയിലേക്ക് ഞാൻ പോകുന്നില്ല. സംഖ്യാപുസ്തകം നമ്പേഴ്സ് ചാപ്റ്റർ 21:8-9 വേഴ്സസിൽ ആ സംഭവം വിശദീകരിക്കുന്നുണ്ട്. ഞാൻ ചുരുക്കത്തിൽ പറയാം. ഇസ്രായേൽ മക്കൾ ഈജിപ്തിൽ നിന്നും കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ, മരുഭൂമിയിൽ കൂടി പോകുമ്പോൾ, അവരുടെ റിബല്യൻ നിമിത്തം അവരുടെ ഇടയിലേക്ക് അഗ്നിസർപ്പങ്ങളെ ദൈവം അയക്കുന്നു. അഗ്നിസർപ്പങ്ങൾ ഈ ഇസ്രായേൽ മക്കളെ കടിക്കുമ്പോൾ അതിന്റെ പരിഹാരമായിട്ട് ഇവർ മോശയെടുത്ത് ഇതിന്റെ പരിഹാരം ചോദിക്കുമ്പോൾ മോശ ഒരു അഗ്നിസർപ്പത്തെ ഒരു വലിയൊരു കൊടിമരത്തിൽ ഉയർത്തി അവരുടെ മുമ്പിൽ വെക്കുന്നു. എന്നിട്ട് പറയുന്നു, ഇതിലേക്ക് നോക്കുന്നവർ, ഈ കടിയേറ്റിട്ട് മരിക്കുന്ന ആരെങ്കിലും ഈ അഗ്നിസർപ്പത്തിനെ നോക്കിയാൽ അവർക്ക് സൗഖ്യം ലഭിക്കുമെന്ന് പറയുന്നു. ഓക്കെ, ഈ സംഭവമാണ് യേശുക്രിസ്തു ഇവിടെ എടുത്തു പറയുന്നത്. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കോൺവെർസേഷന്റെ ഭാഗമാണ്. ഇതിന്റെ ഇടയ്ക്കുള്ളൊരു വാക്യമാണ്. ഒരു കോൺവെർസേഷൻ നമ്മൾ ഇടയ്ക്കൂന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാവത്തില്ല, ആരുടെ അടുത്താണ് പറയുന്നത് മനസ്സിലാവത്തില്ല. ഇതെല്ലാം മനസ്സിലാക്കിയാൽ നമുക്ക് എന്താണ് ആ സംഭവം എന്ന് മനസ്സിലാവും. അതായത് നമുക്ക് ഇതിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ സാഹചര്യം 3-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം മുതലാണ്. 1-ാമത്തെ വാക്യത്തിൽ നിങ്ങൾക്ക് ബൈബിൾ അറിയാവുന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ആ ഒരു ചിന്തയിൽ ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. നിക്കോദിമോസ് എന്ന് പറഞ്ഞ ഒരു വലിയൊരു പണ്ഡിതൻ, പരീശന്മാരുടെ ഒരു പ്രമാണിയായിട്ടൊരു വ്യക്തി യേശുക്രിസ്തുവിലേക്ക് വരുന്നു. യേശുക്രിസ്തുവിനെ പറ്റി അദ്ദേഹം പല കാര്യങ്ങളും പറയുന്നു. നീ ദൈവത്തിൽ നിന്ന് ഉപദേഷ്ടായിട്ട് വന്നിരിക്കുന്നു, ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല, ഇല്ലെങ്കിൽ ദൈവം നിന്നോട് കൂടെ ഇരിക്കുന്നതാണ്, ഇതെല്ലാം നടക്കുമെന്ന് പറയുമ്പോൾ യേശു അവന്റെ അടുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കൊട്ടേഷൻ പറയാണ്. യേശു പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് പറഞ്ഞു. ജീസസ് ആൻസേർഡ് ആൻഡ് സെഡ് ടു ഹിം, ട്രൂലി ട്രൂലി ഐ സേ ടു യു, അൺലെസ് വൺ ഈസ് ബോൺ അഗെയിൻ ഹി കനോട്ട് സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. നമുക്ക് ഈ ബോൺ അഗെയിൻ എന്നുള്ള പദം ഒരു പറഞ്ഞിരിക്കുന്ന ഒരു റിലീജിയസ് ക്ലീഷേ പോലെ നമ്മൾ കേട്ട് 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 നമുക്ക് വളരെ തഴമ്പിച്ച വാക്കാണെന്ന് തോന്നുന്നു, അല്ലെ? പക്ഷെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത് ആദ്യമായിട്ടൊരാൾ കേൾക്കുമ്പോൾ അയാൾ എന്താ ചിന്തിക്കുന്നത്? ഏറ്റവും ആദ്യമായിട്ടൊരാള് ബോൺ അഗെയിൻ എന്ന് പറയുമ്പോൾ ഇയാൾ എന്താണ് ചിന്തിക്കുന്നത്? ഇയാൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് രണ്ടാമത് ജനിക്കുന്നത്? അന്നേരം നാച്ചുറലായിട്ട് ഒരാളുടെ ചിന്ത എന്തായിരിക്കും? ആദ്യം എങ്ങനെയാണ് ജനിച്ചതെന്നല്ലേ അദ്ദേഹം ചിന്തിക്കുന്നത്. അപ്പോൾ നാച്ചുറലി അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം എന്താണ്? നാച്ചുറലി എങ്ങനെയാണ് ജനിക്കുന്ന ഒരാൾ? അമ്മയുടെ വയറ്റിൽ നിന്ന് ജനിക്കുന്നു. അന്നേരം രണ്ടാമത് ജനിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മയുടെ വയറ്റിൽ തിരിച്ച് കയറിയിട്ട് ജനിക്കണ്ടേ? അന്നേരം ഇദ്ദേഹത്തെ ഒരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അടുത്തായിട്ട് കാണുന്നത്. ഇദ്ദേഹം ചോദിക്കുകയാണ്, നിക്കോദിമോസ് അവന്റെ അടുത്ത്, മനുഷ്യൻ, പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഇദ്ദേഹം വൃദ്ധനുമായി. എന്നാലും ഇദ്ദേഹം ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായതിനു ശേഷം ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാമോ എന്ന് ഇദ്ദേഹം ചോദിക്കുകയാണ്. ഹൗ ക്യാൻ എ മാൻ ബി ബോൺ വെൻ ഹി ഈസ് ഓൾഡ്? ഹി കനോട്ട് എൻ്റർ എ സെക്കൻഡ് ടൈം ഇൻ ടു മദേഴ്സ് വൂം ആൻഡ് ബി ബോൺ. ക്യാൻ ഹി എന്നാണ് ഇദ്ദേഹം ചോദിക്കുന്നത്. അന്നേരം ഇദ്ദേഹത്തിന്റെ ഒരു വളരെ ജെന്യുവിൻ ആയിട്ടുള്ളൊരു ചോദ്യമാണ്.
എന്നാൽ യേശുക്രിസ്തു ഇതിന് ആൻസർ പറയാണ്. ഒന്ന്, അത് സാധ്യമല്ല, ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. രണ്ട്, അത് സാധ്യമാണ് എങ്കിലും അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. കാരണം എന്താണ്? രണ്ടാമത് നീ അമ്മയുടെ വയറ്റിൽ കയറിയിട്ട് ഒന്നുകൂടെ ജനിച്ചാലും ഇറ്റ്സ് അനദർ നാച്ചുറൽ ബർത്ത്. അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. ദോസ് വിച്ച് ഇസ് ബോൺ ബൈ ദ ഫ്ലഷ് ഈസ് ഓൾവേസ് ഫ്ലഷ്. നാച്ചുറൽ ബർത്ത് അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ബർത്ത് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജനനമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇത് എന്നിട്ട് യേശുക്രിസ്തു പറയാണ്, പക്ഷെ നിനക്കൊരു കാര്യം നടക്കണം. യു നീഡ് ടു ബോൺ ബൈ ദ സ്പിരിറ്റ്. നിനക്കൊരു സൂപ്പർ നാച്ചുറൽ ജനനം നടക്കണം. എങ്കിൽ മാത്രമേ യു ക്യാൻ സീ ദ കിങ്ഡം ഓഫ് ഗോഡ്. ഇത് യേശുക്രിസ്തുവിന്റെ ശിഷ്യനായിട്ടുള്ള പത്രോസ് ഈ ബോൺ അഗെയിൻ എന്നുള്ള കാര്യം തന്നെ വിശദീകരിക്കുമ്പോൾ അതൊന്നുകൂടി വിശദീകരിക്കുന്നുണ്ട്. 1 Peter chapter 1 verse 23. ഈ വാക്യങ്ങൾ നിങ്ങൾക്ക് പിന്നീടാണെങ്കിൽ ഇത് വായിച്ചു നോക്കിയാൽ ഇതിന്റെ കാര്യം മനസ്സിലാകത്തുള്ളൂ. 1 Peter chapter 1 verse 23 പത്രോസ് ഇത് വിശദീകരിക്കുന്നത്. പത്രോസ് ഇത് ഈ ബോൺ അഗെയിൻ ആയിട്ടുള്ള ആൾക്കാരെടുത്ത്, അല്ലെങ്കിൽ സൂപ്പർ നാച്ചുറൽ ബർത്ത് നടന്ന ആൾക്കാരെടുത്ത് പറയാണ്, എങ്ങനെയാണ് നിങ്ങൾ വീണ്ടും ജനിച്ചെന്ന് പറയാണ്. അന്നേരം 1 പത്രോസ് അതിന്റെ 1-ാമത്തെ അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഫോർ യു ഹാവ് ബീൻ ബോൺ അഗെയിൻ നോട്ട് ഓഫ് എ സീഡ് വിച്ച് ഈസ് പെരിഷബിൾ ബട്ട് ഇംപെരിഷബിൾ, ദാറ്റ് ഈസ് ത്രൂ ദ ലിവിംഗ് ആൻഡ് എൻഡ്യൂറിംഗ് വേർഡ് ഓഫ് ഗോഡ്. അന്നേരം പത്രോസ് പറയാണ്, ഒരു നാച്ചുറൽ ബർത്തിൽ നമ്മളെല്ലാവരും ഭൂമിയിൽ വന്നതാണ്. പക്ഷെ ഈ നാച്ചുറൽ ബർത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് അറിയാമോ? ഇറ്റ്സ് ത്രൂ എ പെരിഷബിൾ സീഡ്. ഈ സീഡ് എന്നുള്ളതിന്റെ ഒറിജിനൽ അത് സ്പേമ എന്നുള്ള വാക്കിൽ നിന്നാണ് ഈ സീഡ് എന്ന് എഴുതിയിരിക്കുന്നത്. പറയുന്ന നമ്മളെല്ലാവരും ഈ ഭൂമിയിലേക്ക് ജനിച്ച ഒരു നാച്ചുറൽ ബർത്തിൽ കൂടിയാണ്. പക്ഷെ ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ നാച്ചുറൽ ബർത്തിൽ കൂടി ഈ ഭൂമിയിൽ വന്നിരിക്കുന്ന എല്ലാവരും ഒരു നാച്ചുറൽ ഡെത്തിലേക്ക് പോകും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നാണ് സംഭവിക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, സകല ജഡവും പുല്ലുപോലെയും. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞത്, ജഡത്താൽ ജനിച്ചെല്ലാം ജഡമാകുന്നു. നാച്ചുറൽ ബർത്ത് എല്ലാം നാച്ചുറൽ ആയിട്ടുള്ള ജന്മമേ ഉണ്ടാക്കുന്നുള്ളൂ. സകല ജഡവും പുല്ലുപോലെയും അതിന്റെ ഭംഗിയെല്ലാം പുല്ലിന്റെ പൂ പോലെയുമാകുന്നു. പുല്ല് വാടി പൂ ഉതിർന്നു പോയി. അന്നേരം ഒരു പുല്ല് വളർന്നിട്ട് വാടിപ്പോകുന്ന പോലെ, ഒരു പൂവ് വിടർന്നിട്ട് പൊഴിഞ്ഞു പോകുന്ന പോലെ, അല്ലെങ്കിൽ യാക്കോബിന്റെ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആവി മാഞ്ഞു പോകുന്നത് പോലെ എല്ലാ വ്യക്തികളും നാച്ചുറലായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ള എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. ഞാൻ കാര്യം പറയാം, നമുക്ക് ഏറ്റവും ഉറപ്പുള്ള, ഞാനൊരു ഏറ്റവും 100% ഉറപ്പുള്ള ഒരു പ്രൊഫസി ഞാൻ ഇവിടെ നിന്ന് പറയാം. ഒരു അടുത്ത 70 വർഷം കഴിയുമ്പോൾ മിക്കവാറും ഇവിടെ ഇരിക്കുന്ന ആൾക്കാരും ഇവിടെ കാണില്ല. സോ ഇറ്റ്സ് എ കൺഫേം അല്ലേ? ഇത് ഉറപ്പാണ്. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിന്റെ അതിന്റെ 9:27 നിങ്ങൾ പിന്നീട് വായിച്ചാൽ മതി. അവിടെ പറഞ്ഞിരിക്കുകയാണ്, ഇറ്റ് ഈസ് അപ്പോയിന്റഡ് ടു ഓൾ മെൻ വൺസ് ടു ഡൈ ആൻഡ് ദെൻ ടു ഫേസ് ദ ജഡ്ജ്മെന്റ്. ഞാനിവിടെ നിങ്ങൾ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നൊരു കാര്യമല്ല, ഇത് നോർമൽ കാര്യമാണ്. ഇറ്റ്സ് ഒരു അപ്പോയിന്റ്മെന്റ് എല്ലാവർക്കും വെച്ചിട്ടുണ്ടല്ലേ. ചില അപ്പോയിന്റ്മെന്റുകൾ മാറ്റപ്പെടും. എനിക്കൊരു ഇന്റർവ്യൂവിന്റെ ഒരു അപ്പോയിന്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂവിനെല്ലാം റെഡി ആയി കഴിഞ്ഞാൽ അന്ന് രാവിലെ ഇവർ വിളിച്ചു പറയണം അപ്പോയിന്റ്മെന്റ് ഈസ് ക്യാൻസൽഡ്. പക്ഷെ ഇത് അങ്ങനത്തെ അപ്പോയിന്റ്മെന്റ് അല്ല. ഈ അപ്പോയിന്റ്മെന്റ് ഉറപ്പാണ്. നമ്മളെല്ലാവരും വി ഹാവ് ടു ഫേസ് ദിസ് അപ്പോയിന്റ്മെന്റ് വൺസ് ടു ഡൈ ആൻഡ് ദെൻ ടു ജഡ്ജ്. അന്നേരം ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും, നാച്ചുറലായിട്ട് ജനിച്ച എല്ലാവരും, അൺലെസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നമ്മൾ എവിടെ പത്രോസ് പറയാണ്, കെടുന്ന ബീജത്താൽ ജനിച്ചവരല്ല അങ്ങനെ തന്നെ പോകുമ്പോൾ, കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ഇംപെരിഷബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ ബർത്ത് നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ ദാറ്റ് ഈസ് എൻഡ്യൂറിങ്, അത് എന്നേക്ക് നിലനിൽക്കുന്നതാണ്. യു വിൽ എൻ്റർ എറ്റേണിറ്റി. ഇതാണ് ബൈബിൾ പഠിപ്പിക്കുന്ന സത്യം. ഇതാണ് ചോദ്യം. ഈ ഒരു കാര്യമാണ് നിക്കോദിമോസ് യേശുക്രിസ്തുവിനോട് ചോദിച്ചത്, എങ്ങനെയാണ് ഒരുവൻ അമ്മയുടെ വയറ്റിൽ കയറിയിട്ട് ജനിക്കുന്നത് ചോദിച്ചപ്പോൾ യേശുക്രിസ്തുവാണ്, അതിന്റെ കാര്യമില്ല, അങ്ങനെ ജനിച്ചിട്ടും കാര്യമില്ല. യു നീഡ് ടു ബോൺ അഗെയിൻ ഓർ യു നീഡ് ടു ബോൺ സൂപ്പർ നാച്ചുറലി. സെക്കൻഡ് നിക്കോദിമോസിന്റെ അടുത്തൊരു ചോദ്യം, ഇത് രണ്ടാമത്തെ ചോദ്യമാണ്. അത് അതിന്റെ 9-ാമത്തെ വാക്യത്തിലാണ്. ആദ്യത്തെ 4-ാമത്തെ വാക്യത്തിലാണ് നിക്കോദിമോസ് ചോദിച്ചത്. രണ്ടാമത്തെ ചോദ്യത്തിൽ നിക്കോദിമോസ് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ ദീസ് തിങ്സ് ബി? എങ്ങനെ ഇത് സംഭവിക്കും? ഇതാണ് അടുത്ത ചോദ്യം. നിക്കോദിമോസിന്റെ കാര്യം പിടികെട്ടി നേരെ നിക്കോദിമോസ് ചോദിക്കാൻ, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് സൂപ്പർ നാച്ചുറലായിട്ട് ജനിക്കാൻ കഴിയുന്നത്? ഈ ചോദ്യത്തിന്റെ ആൻസർ വിശദീകരിക്കുമ്പോഴാണ് യേശുക്രിസ്തു ഈ മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയ സംഭവം പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഈ കാര്യം വിശദീകരിക്കുമ്പോൾ
എന്തിനാണ് യേശുക്രിസ്തു ഈ മരുഭൂമിയിൽ മോശ സർപ്പത്തെ ഉയർത്തിയ കാര്യം പറയേണ്ട കാര്യം? യേശുക്രിസ്തുവിന് വളരെ ഡയറക്റ്റ് ആയിട്ട് കാര്യം പറഞ്ഞപ്പോഴേ ഇതിൽ കൂടി കർത്താവ് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 3 കാര്യങ്ങളുണ്ട്. അത് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ നിർത്താനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവിടെ ഒരു കാര്യം അതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് തന്നെ. സോ whoever believes in him have eternal life or imperishable life. അന്നേരം ആർക്കാണ് ജീവൻ ആവശ്യമുള്ളത്? ആർക്കാണ് ജീവൻ ആവശ്യമുള്ളത്? ജീവനുള്ള ആൾക്കാർക്ക് പിന്നെ ജീവൻ ആവശ്യമുണ്ട്? ഇല്ല. മരിച്ച ആൾക്കാർക്ക് ജീവൻ ആവശ്യമുള്ളൂ, അല്ലേ? അന്നേരം യേശുക്രിസ്തു ഇതിൽ കൂടി പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എങ്ങനെയാണ് മനുഷ്യനിൽ നിന്നും ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടത്, അത് റിസ്റ്റോർ ചെയ്യാനായിട്ട് ദൈവം എന്താണ് ചെയ്തത്, അത് റിസീവ് ചെയ്യാനായിട്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ 3 കാര്യങ്ങൾ യേശുക്രിസ്തു 2 വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനത് പെട്ടെന്ന് വിശദീകരിക്കാനായിട്ടാക്കി. അന്നേരം യേശുക്രിസ്തു പറയാണ് എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ നിന്നും ദൈവത്തിന്റെ ജീവൻ, എറ്റേണൽ ലൈഫ് നഷ്ടപ്പെട്ടത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ കേട്ടിട്ടുള്ളവർക്ക്, ശ്രദ്ധിച്ചിട്ടുള്ളവർക്കറിയാം, ഞാൻ പറഞ്ഞിരുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ ദൈവത്തിന്റെ ജീവൻ അവന്റെ മൂക്കിലൂതി ആ ജീവനോടുകൂടിയാണ് അവനെ ഒറിജിനലി സൃഷ്ടിച്ചത്. മനുഷ്യന് 3 ഭാഗമുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഇപ്പോഴും 3 ഭാഗമുണ്ട്. ഒന്ന് അവന്റെ ആത്മാവ്, സ്പിരിറ്റ്, സെക്കൻഡ് സോൾ, തേർഡ് ഈസ് ബോഡി. 3 ഭാഗത്തും ജീവനുണ്ട്. എന്ന് പറഞ്ഞാൽ ശാരീരികമായിട്ട് നമുക്കൊരു ജീവനുണ്ട്, ദേഹിയിൽ നമുക്കൊരു ജീവനുണ്ട്, സ്പിരിച്വൽ ലൈഫും ഉണ്ടായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ. എന്നാൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഉൽപ്പത്തി പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും, ഒരു പാമ്പ് ഈ തോട്ടത്തിന്റെ അകത്ത് കയറുകയും ഈ പാമ്പ് ആദ്യത്തെ മനുഷ്യനെ കടിക്കുകയും ചെയ്തു. എന്നിട്ട് നിങ്ങൾ വിചാരിക്കും ബൈബിൾ അങ്ങനെ എഴുതിയിട്ടില്ല, ഞാൻ ആലങ്കാരികമായിട്ട് പറഞ്ഞാണ്. എന്ന് പറഞ്ഞാൽ പാമ്പ് അല്ലെങ്കിൽ പിശാച് സർപ്പത്തിന്റെ രൂപത്തിൽ വന്ന് മനുഷ്യനെ ചതിക്കുകയും ആദ്യത്തെ മനുഷ്യൻ ഈ പാമ്പിന്റെ കടിയിൽ കൂടി അവന്റെ ഉള്ളിൽ നിന്നും ദൈവത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടു. അവന് പക്ഷെ ബാക്കി 2 ലൈഫും ഉണ്ടായിരുന്നു, നമുക്കറിയാം. അതിനുശേഷം അവൻ ജീവിച്ചു. അവിടെ എന്ത് സംഭവിച്ചു? ഈ പാമ്പിന്റെ വെനം മനുഷ്യന്റെ ബ്ലഡിൽ കയറി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ നിങ്ങൾക്കറിയാമോ ഈ വെനവും പോയിസണും തമ്മിലുള്ള വ്യത്യാസം, തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് അറിയാം? വെനം എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ കലർന്നെങ്കിൽ മാത്രമേ നമ്മൾ മരിക്കത്തുള്ളൂ. പോയിസൺ എന്നുള്ളത് നമ്മളുടെ ബ്ലഡിൽ കലരണമെന്നില്ല, നമ്മൾ കുടിച്ചാലും മരിക്കും. ഇപ്പം പാമ്പിന്റെ വെനം നമ്മൾ ഡയറക്റ്റ്ലി കുടിച്ചാൽ നമ്മുടെ ഉള്ളിൽ മുറിവൊന്നും ഇല്ലെങ്കിൽ നമുക്ക് മരിക്കത്തില്ല. അന്നേരം എന്താണ് സംഭവിച്ചതെന്ന് കഴിഞ്ഞാൽ, പിശാചിന്റെ വെനം ആക്ച്വലി മനുഷ്യന്റെ ബ്ലഡിൽ കയറുകയും അവിടെ തീരുന്നില്ല, ആ ആദ്യ മനുഷ്യനിൽ നിന്ന് ജനിച്ച എല്ലാവരിലേക്കും ആ വിഷം പടരുകയും ചെയ്തു എന്നുള്ളതാണ് വേർപിടിക്കുക. ഞാനീ പറഞ്ഞിരിക്കുന്നത് എന്റെ അഭിപ്രായമല്ല. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ റോമാലേഖനം 5:12, റോമൻസ് ചാപ്റ്റർ 5:12 അവിടെ പറഞ്ഞിരിക്കുകയാണ്, ത്രൂ വൺ മാൻ സിൻ entered the world and from that one man sin passed to all men and all men died. എന്നാൽ എല്ലാ മനുഷ്യരും ഈ ഭൂമിയിൽ ജനിക്കുന്നത് ഒരു നാച്ചുറൽ ബർത്തിൽ കൂടി ഈ ഭൂമിയിൽ ജനിക്കുമ്പോൾ അവന്റെ ഇറ്റേണൽ ലൈഫ് ഇല്ലാതെ അവന്റെ 2 ഭാഗത്ത് മാത്രം ജീവനും കൊണ്ടാണ് ഇവിടെ ജനിക്കുന്നത്. ഒരു പ്രശ്നമുണ്ട്, ഈ വെനം എന്ത് ചെയ്യുന്നു? ഈ വിഷം ഒരു മനുഷ്യന്റെ ഉള്ളിൽ കടന്ന് ആ വിഷം അതിന്റെ പ്രവൃത്തികൾ പുറത്തേക്ക് പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കും. എല്ലാ മനുഷ്യരിലും അവന്റെ ഉള്ളിൽ നിന്ന് ഈ വെനത്തിന്റെ, ഈ പാമ്പ് വിഷത്തിന്റെ അതിന്റെ മാനിഫെസ്റ്റേഷൻസ് പുറത്തോട്ട് വന്നിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ചെറുപ്പത്തിൽ, ഞാൻ പുല്ലൂരായിരുന്നു ജനിച്ചോളാം. നേരം ഞങ്ങളുടെ വീടിന്റെ അടുത്തൊരു വിഷവൈദ്യനുണ്ടായിരുന്നു. അന്നേരം ആ വിഷവൈദ്യന്റെ അവിടെ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ അവിടെ ഒരു കാണാൻ വന്ന ഒരാളുടെ ദേഹത്ത് മുഴുവൻ ഇങ്ങനെ ചൊറിഞ്ഞിട്ടുള്ള പൊട്ടിയ അസുഖമാണ്. ഇദ്ദേഹം പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ വിഷം ഇയാളുടെ ഉള്ളിൽ ചെന്നു, അദ്ദേഹം മരിച്ചില്ല, വിഷത്തിന്റെ എഫക്റ്റ് ഒക്കെ മാറെങ്കിൽ ഈ ചൊറി മാറുന്നതില്ല. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഇതുള്ളപ്പോൾ ഇതിന്റെ മാനിഫെസ്റ്റേഷൻസ് പുറത്തേക്ക് കണ്ടുകൊണ്ടിരിക്കും. ആ മാനിഫെസ്റ്റേഷൻസ് ചിലത് മാത്രം ഞാൻ വായിക്കാണ്ടിരിക്കും. ഇതൊരു ലിസ്റ്റാണ്, നിങ്ങൾക്ക് പിന്നീട് വീട്ടിൽ പോയിട്ട് ആ ലിസ്റ്റ് മുഴുവൻ വേണമെങ്കിൽ വായിക്കാം. അതിന് ആദ്യത്തെ ലിസ്റ്റ് മർക്കോസിന്റെ സുവിശേഷം, മാർക്ക് ചാപ്റ്റർ 7 വേഴ്സ് 15 മുതലുള്ള വാക്യം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കും. മാർക്ക് ചാപ്റ്റർ 7 വേഴ്സ് 15. ഇതിന്റെ കോണ്ടക്സ്റ്റ് നമുക്ക് മനസ്സിലായാൽ മതി. യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുകയാണ്. അന്നേരം ബാക്കി ചിലർ വന്നിട്ട് പറയാണ്, ഇവർ കൈ കഴുകാതെ ഭക്ഷണം കഴിക്കുന്നതുകൊണ്ട് ഇവർ അശുദ്ധരായി തരും, ദേ വിൽക്കം അൺക്ലീൻ എന്ന് പറയാം. അന്നേരം യേശുക്രിസ്തു പറയാണ്, ഈ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചാലൊന്നും ഇവൻ അൺക്ലീൻ ആവത്തില്ല. കാരണം എന്താണ്? ഈ കൈ കഴുകാതെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം ഇവന്റെ വയറ്റിലേക്കാണ് പോകുന്നത്. വയറ്റിലേക്ക് പോകുന്ന കാര്യങ്ങളെല്ലാം ക്ലീൻ ആക്കാനായിട്ട് വയറ്റിലൊരു സിസ്റ്റം ദൈവം വെച്ചിട്ടുണ്ട്. അത് ടോയ്ലറ്റിൽ പോകുമ്പോൾ അത് ക്ലീൻ ആയി ഭക്ഷണമെല്ലാം ക്ലീൻ ആകും. അതുകൊണ്ട് അകത്തോട്ട് പോകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കണ്ട. എന്താണ് മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം? മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നം, ഇവന്റെ ഉള്ളിലൊരു സംഭവം വർക്ക് ചെയ്യുന്നുണ്ട്.
പുറത്തുനിന്ന് അകത്തോട്ട് ഒന്നിനും ഇവനെ അശുദ്ധനാക്കാൻ കഴിയത്തില്ല. കാരണം അവന്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത്, അതാണ് അതിന്റെ 19 മുതലുള്ള വാക്യങ്ങൾ പറയുക. വേഴ്സ് 19 ഓൺവേഴ്സ്, ഈ ഭക്ഷണം അവന്റെ ഹൃദയത്തിലല്ല വയറ്റിലേക്ക് അത്രേ ചെല്ലുന്നത്, പിന്നെ മറപ്പുരയിലേക്ക് പോകുന്നു, ഇല്ലെങ്കിൽ ടോയ്ലറ്റിലേക്ക് പോകുന്നു, അങ്ങനെ സകല ഭോജ്യങ്ങൾക്ക് വരുന്നു. എന്നാൽ മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന അത്രേ മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. എന്നിട്ട് ആ ലിസ്റ്റ് പറയാണ് എന്താണ്: ദുശ്ചിന്ത, വ്യഭിചാരം, പരസംഗം, കൊലപാതകം, മോഷണം, അത്യാഗ്രഹം, ദുഷ്ടത, ചതി, ദുഷ്കർമ്മം, വിടക്കുകണ്ണ്, ദൂഷണം, അഹങ്കാരം, മൂഢത എന്നിവ അകത്ത് നിന്ന് പുറപ്പെട്ട് മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. യേശുക്രിസ്തു പറയുന്നത് there is a factory working in everyone. ഒരു സിൻ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടേയിരിക്കുന്നു, ഒരു പ്രൊഡക്ഷൻ ഉള്ളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്, അത് പുറത്തേക്ക് വന്നിട്ട് മനുഷ്യനെ അശുദ്ധനാക്കുക. ഈ ലിസ്റ്റ് ഇവിടെ വെച്ച് തീരുന്നില്ല, പൗലോസ് ഈ ലിസ്റ്റ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ആ ലിസ്റ്റ് നമുക്ക് വായിക്കാം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് തോന്നുന്നു. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19 ഓൺവേഴ്സ്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 19. അതിങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ജഡത്തിന്റെ പ്രവൃത്തികളോ, ആ ലിസ്റ്റ് തുടരുകയാണ്: ദുർനടപ്പ്, അശുദ്ധി, ദുഷ്കാമം, വിഗ്രഹാരാധന, ആഭിചാരം, പക, പിണക്കം, ജാരശങ്ക, ക്രോധം, ശാഠ്യം, ദ്വന്ദ്വപക്ഷം, ഭിന്നത, അസൂയ, മദ്യപാനം, വെറുക്കൂത്ത്. എന്നിട്ട് പറയണ ഒരു ഡോട്ട് ഡോട്ട് ഇട്ട് പറയണം, നിങ്ങൾക്ക് ബാക്കിയുള്ള നമുക്ക് പേഴ്സണലായിട്ട് പൂരിപ്പിക്കാം എന്തൊക്കെയാണോ അതല്ല. ഇതെല്ലാം മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ്. ഇതെല്ലാ ലിസ്റ്റും എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല, പക്ഷെ റൂട്ടായിട്ട് ഒരടിസ്ഥാന പ്രശ്നമുണ്ട്. ഇതാണ് മനുഷ്യനെ അശുദ്ധരാക്കുക. ഇതിനെന്താണ് സൊല്യൂഷൻ എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ ഈ പ്രശ്നം മാത്രം പറഞ്ഞാൽ പോലെ ഒരു സൊല്യൂഷൻ പറഞ്ഞു. ഈ മനുഷ്യൻ ഇതിനൊരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ട്, മനുഷ്യൻ്റെതായിട്ടുള്ള സൊല്യൂഷൻ. അത് ആ മനുഷ്യന്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളത് ഉൽപ്പത്തി തന്നെ മനുഷ്യൻ കണ്ടുപിടിച്ച സൊല്യൂഷനാണ്. അത് മുമ്പോട്ട് പോകുമ്പോൾ കർത്താവ് വിശദീകരിക്കുന്നുണ്ട്, ബൈബിൾ വിശദീകരിക്കുന്നുണ്ട്. 1 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 2 to 5. അതില് മനുഷ്യന്റെ ഇതിനുള്ള പ്രതിവിധി പറയാണ്. 1 തിമോത്തി ചാപ്റ്റർ 3 2 തിമോത്തി ചാപ്റ്റർ 3 വേഴ്സ് 2. അവിടെ പറഞ്ഞിരിക്കുകയാണ്: ഫോർ മെൻ വിൽ ബി ലവേഴ്സ് ഓഫ് സെൽഫ്, ലവേഴ്സ് ഓഫ് മണി, boastful, arrogant, revilers, disobedient to parents, ungrateful, ungodly, unloving, irreconcilable, malicious gossipers, without self-control, brutal, haters of good, treacherous, reckless, conceited, lovers of pleasure than lovers of God. ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ ലിസ്റ്റാണ്. ഒരു ലിസ്റ്റ് ഇങ്ങനെ നമ്മൾ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീരാത്ത പോലെ ലിസ്റ്റാണ്. എന്നിട്ട് അതിന്റെ അവസാനം പറഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യും? ഹോൾഡിംഗ് എ ഫോം ഓഫ് ഗോഡ്ലിനെസ് ഓൾദോ ദേ ഹാവ് ഡിനൈഡ് ഇറ്റ്സ് പവർ. ഭക്തിയുടെ വേഷം ധരിച്ച് അതിന്റെ ശക്തിയെ തിരിച്ചറിയാം. ഞാൻ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ഇതിന് കാണുന്ന സൊല്യൂഷൻ ഇതെല്ലാം ഉള്ളിലുള്ളപ്പോൾ പുറത്ത് ഒരു റിലീജിയസ് കവറിൽ കൂടി ഇതിനെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഇതാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യന്റെ പ്രശ്നം. മനുഷ്യൻ ഈ റൂട്ട് കോസിനെ അഡ്രസ് ചെയ്യുന്നതിന് പകരം അതിന്റെ പുറത്തേക്ക് വരുന്നതിനെ പല പല രീതിയിൽ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കും. ഇതായിരുന്നു അടിസ്ഥാനപരമായി യേശുക്രിസ്തുവിന്റെ കാലത്തെ ഫാരിസീസിന്റെ പ്രശ്നം. അതുകൊണ്ടാണ് യേശുക്രിസ്തു അവരത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ വെള്ള തേച്ച ശവക്കല്ലറകളെ പോലെയാണ്. കാരണം അകത്ത് ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉള്ളപ്പോൾ പുറമേ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊരിക്കലും പുറമേ നമുക്ക് തീർക്കാനായിട്ട് കഴിയുന്ന ഒരു കാര്യമല്ല, കാരണം പ്രശ്നം അകത്താണ്. നേരെ എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? നേരെ മനുഷ്യന്റെ സൊല്യൂഷൻ ഇതാവുമ്പോൾ ദൈവത്തിന്റെ സൊല്യൂഷൻ എന്താണ്? വാട്ട് ഈസ് ഗോഡ്സ് സൊല്യൂഷൻ ടു ദിസ് റൂട്ട് പ്രോബ്ലം? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ വാക്യത്തിൽ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറയാണ് എന്താണ് ഇതിന്റെ സൊല്യൂഷൻ എന്നുള്ളത് പറയാണ്. സൊല്യൂഷൻ ഈസ് ഓൺ ദ ക്രോസ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടായിരുന്നു. ദൈവത്തിന് ഇതിനൊരു സൊല്യൂഷൻ ദൈവം കണ്ടുപിടിച്ചത് ക്രൂശിൽ യേശുക്രിസ്തുവിനെ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ ഉയർത്തുക എന്നുള്ളതായിരുന്നു. യേശുക്രിസ്തുവിനെ എന്തിനാണ് അവിടെ അങ്ങനെ റെഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യവർഗത്തിന്റെ ആ പാമ്പിന്റെ വെനം, ആ സിൻ നേച്ചർ, മനുഷ്യന്റെ അടിസ്ഥാന പ്രോബ്ലം യേശുക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്തു. ഇതാണ് സുവിശേഷത്തിന്റെ അടിസ്ഥാന സന്ദേശം. യേശുക്രിസ്തുവിനെ ക്രൂശിൽ ദൈവം ഉയർത്തി മനുഷ്യവർഗത്തിന് മുമ്പിൽ വെച്ചിട്ട് പറയാണ്, നൗ യുവർ സിൻസ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ്. നിന്റെ ഈ ഉള്ളിലുള്ള ഈ വനം ക്രൂശിൽ യേശുക്രിസ്തു ലഭിക്കുന്നു. ഇപ്പോൾ നിനക്ക് യേശുക്രിസ്തുവിന്റെ നേച്ചർ ബൈ എക്സ്ചേഞ്ച് നിനക്ക് ലഭിക്കാനായിട്ട് കഴിയും. ഇതാണ്
യഥാർത്ഥത്തിൽ 2 കൊരിന്ത്യർ, ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ പിന്നീട് ഞാൻ ബൈബിൾ പറയുന്ന വാക്യങ്ങളായതുകൊണ്ടാണ് റെഫറൻസ് പറയുന്നത്, ഞാൻ എന്റെ ഒരു ഐഡിയ ആയിട്ടുള്ള കാര്യങ്ങളല്ല പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. 2 കൊരിന്ത്യൻസ് ചാപ്റ്റർ 5 വേഴ്സ് 21 അവിടെ പറഞ്ഞിരിക്കുകയാണ്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമായി തീർന്നു. ഈ ഭൂമിയിൽ പിശാചിന്റെ ആ ഒരു വനം ഇല്ലാത്തവനായിട്ട് ഈ ഭൂമിയിൽ വന്ന ഏക മനുഷ്യൻ യേശുക്രിസ്തുവായിരുന്നു. ഏക മനുഷ്യൻ, ദ വൺ മാൻ. എന്ന് വെച്ചാൽ ഒരു സ്പോഞ്ചിൽ, വെള്ളമില്ലാത്ത ഒരു സ്പോഞ്ചിന് ആ വെള്ളം മുഴുവൻ വലിച്ചെടുക്കാൻ കഴിയുന്ന പോലെ പാപമില്ലാത്ത ക്രിസ്തു, പാപം അറിയാത്തവൻ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടു. എന്താണ്? നമുക്ക് അവന്റെ റൈച്ചസ്നെസ്, നീതിയുടെ വസ്ത്രം ഒരു എക്സ്ചേഞ്ച് ആയിട്ട് ഓഫർ ചെയ്യാം. സോ ഇതാണ് ക്രൂശിൽ കൂടി ദൈവം നമുക്ക് തരാനായിട്ടുള്ള ഓഫർ. ഇറ്റ്സ് ആൻ എക്സ്ചേഞ്ച് ഓഫർ. ദൈവം പറയാണ് ആർക്ക് വേണമെങ്കിലും, അതാണ് അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനിൽ വിശ്വസിക്കുന്ന ഏവനും, that whoever believes in him will have eternal life, imperishable life. ഈ ഇംപെരിഷബിൾ ലൈഫ് ഒരു എക്സ്ചേഞ്ച് ഓഫറിൽ കൂടി ദൈവിച്ചു. നമ്മൾക്കറിയാലോ ഈ എക്സ്ചേഞ്ച് ഓഫർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? ഏറ്റവും വലിയ എക്സ്ചേഞ്ച് ഓഫർ ഇതാണ്. നമ്മൾക്ക് ഇവിടെ ഏത് ഒരു കടയിലും കിട്ടാത്ത ഒരു എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട്. ദൈവം പറയാണ്, നീ ഒരു കാര്യം എക്സ്ചേഞ്ച് ചെയ്യാൻ തയ്യാറാവുക, ബ്രിങ് യുവർ സിൻ. നിന്റെ ആ വസ്ത്രം, ആ മുഷിഞ്ഞ വസ്ത്രം, ആ ഏറ്റവും മുഷിഞ്ഞ വസ്ത്രം കൊണ്ടുവരിക, ഞാനത് റിസീവ് ചെയ്തിട്ട് എന്റെ റൈറ്റ്സസ്നെസ് നിനക്ക് തരാം. യു വിൽ ഹാവ് എറ്റേണൽ ലൈഫ്. അപ്പോൾ നിനക്ക് പെരിഷബിൾ ആയിട്ടൊരു ലൈഫ് മാത്രമല്ല, ദൈവത്തിന്റെ ജീവൻ നിന്റെ ഉള്ളിൽ വരും. യു വിൽ ബി ബോൺ അഗൈൻ. ഈ ബോൺ അഗൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ക്ലീഷേ വാക്കായിരിക്കണം, പക്ഷെ ഇതിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. ഗോഡ് വാണ്ടഡ് ടു ഗീവ് യു ഹിസ് ലൈഫ് സോ ദാറ്റ് യു ക്യാൻ ഹാവ് എ സൂപ്പർ നാച്ചുറൽ ബർത്ത്. അങ്ങനെ നിങ്ങൾ ജനിക്കുകയാണെങ്കിൽ എന്തായിരുന്നു, യു ക്യാൻ എക്സ്പീരിയൻസ് ദാറ്റ് ലൈഫ് ഹിയർ ആൻഡ് യു ക്യാൻ ഗോ ടു എറ്റർണിറ്റി വിത്ത് ദാറ്റ് ലൈഫ്. ഇതാണ് സുവിശേഷത്തിന്റെ സന്ദേശം. ഇതാണ് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ. അപ്പോൾ യേശുക്രിസ്തു മരിച്ചിട്ടില്ല, യേശുക്രിസ്തു ഉയർത്തപ്പെട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എന്താണ് ഇതിന്റെ സൊല്യൂഷൻ? മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുന്നത്. അടുത്ത വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ്. ഞാനത് പറഞ്ഞത് ഇതൊരു കോൺവെർസേഷന്റെ പാർട്ടാണ്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ, ആയി പോകാതെ. അതാണ് പറഞ്ഞിരിക്കുന്നത്, ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് that he gave his only begotten son, that whoever believes in him shall not perish. അതാണ് പത്രോസ് പറഞ്ഞത്, we are not born by a perishable seed. ഈ ഭൂമിയിൽ ജനിച്ച എല്ലാവരും പെരിഷാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഇറ്റ്സ് കൺഫേംഡ്, നമ്മൾ എല്ലാവരും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടും. പക്ഷേ കർത്താവ് പറയാണ്, തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഒരാളും അങ്ങനെ പെരിഷ് ചെയ്യാതെ എറ്റേണൽ ലൈഫ് പ്രാപിക്കേണ്ടതിന് തക്കവണ്ണം ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തിൽ. ഫോർ ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബിഗോട്ടൻ സൺ, സോ ഹൂവർ ബിലീവ്സ് ഇൻ ഹിം ഷാൽ നോട്ട് പെരിഷ് ബട്ട് ഹാവ് എറ്റേണൽ ലൈഫ്. ഇതൊരു ഫ്രീ ഓഫറാണ്. അത് സ്വീകരിച്ച എല്ലാവർക്കും ആ എറ്റേണൽ ലൈഫ് ലഭിക്കും. അതുകൊണ്ട് തന്നെ ദൈവം ഇന്ന് ഒരു മനുഷ്യന് കണക്കിടുന്ന, കൗണ്ട് ചെയ്യുന്ന പാപം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഓഫറിനെ റിജക്റ്റ് ചെയ്യുന്നതാണ്, ബാക്കി എല്ലാത്തിനേക്കാൾ കൂടുതൽ. അതാണ് പ്രശ്നം. കാരണം ഭർത്താവ് ആ ഓഫർ വെച്ചിട്ട് നിങ്ങളത് പറയണം, നിങ്ങൾക്ക് എക്സ്ചേഞ്ച് സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കാം, ആരെയും നിർബന്ധിക്കുന്നില്ല. അത് ചിലർ സ്വീകരിക്കുന്നില്ല. അതിന്റെ കാരണം താഴേക്ക് പറയുന്നുണ്ട്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? ന്യായവിധി എന്നതോ, ദിസ് ഈസ് ദ ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ഓഫർ റിജക്ട് ചെയ്യുന്നതിന്റെ ജഡ്ജ്മെന്റ് പറഞ്ഞിരിക്കുകയാണ്. ന്യായവിധി എന്നതോ, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചത്. എന്നിട്ട് ഒരാൾ പറയാണ്, ഐ ഡോണ്ട് വാണ്ട് ടു ചേഞ്ച്, എനിക്ക് ആ എക്സ്ചേഞ്ച് ഓഫറിനൊന്നും താല്പര്യമില്ല, ഞാൻ ഐ വിൽ ഗോ ലൈക്ക് ദാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം അവരെ വിടും. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുകയാണ്, പക്ഷേ വി ക്യാൻ റിസീവ് ദിസ് ഓഫർ. എൻ്റെ വാക്കുകൾ നിർത്തിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു വിടണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക. ദിസ് ഇസ് ദ ഗോസ്പൽ. ഇതാണ് യഥാർത്ഥത്തിൽ ഈസ്റ്ററിന്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ റെസറക്ഷൻ എന്ന് പറയുന്നതാണ്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയ പോലെ യേശുക്രിസ്തുവിനെ ക്രൂശിലുയർത്തി, യേശുക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ യേശുക്രിസ്തുവിന്റെ അതേ എറ്റേണൽ ലൈഫ് നിങ്ങൾക്ക് തരാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് തരാനായിട്ട് ദൈവം ആഗ്രഹിക്കും. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ടുണ്ടാവാനായിട്ടും, ലൈഫ് ആൻഡ് അബണ്ടന്റ് ലൈഫ്, അത് ലഭിക്കാനായിട്ട്, സ്വീകരിക്കാനായിട്ട് ദൈവം.